ഇതുപോലത്തെ വലിയ മീൻമുട്ട കിട്ടിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് മീൻമുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ക്ലീനാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ ക്രഷ് ചെയ്തോ എടുക്കാം. അതുപോലെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ എടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുവോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലോട്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിരുന്ന മീൻമുട്ടയാണ്. അത് നന്നായിട്ടൊന്ന് ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കൊന്നും വേണ്ട. തനിയെ ഇതേ രീതിയിൽ തന്നെ വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പം മീൻമുട്ടയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ ഉള്ളിയിലും ഇതിലും മിക്സാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിക്കുന്നുണ്ട്. ഈ ടൈമിൽ ഇതിലോട്ട് വേണ്ട മസാലപ്പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഡ്രൈ ആവണം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നാക്കിയിരുന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മീൻമുട്ട ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വലിയ മീൻമുട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്.